We can make triangles by stacking dots. Write the number of dots in each triangle. Calculate the number of dots needed to make next 3 triangles in this pattern. അതായത് താഴെ ഫിഗറിൽ കുറച്ച് ഡോട്ട്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ എത്ര ഡോട്ട്സ് ഉണ്ട്, രണ്ടാമത്തെ ഫിഗറിൽ എത്ര ഡോട്ട്സ് ഉണ്ട്, മൂന്നാമത്തെ ഫിഗറിൽ എത്ര ഡോട്ട്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ ഫസ്റ്റ് റോയിൽ 1 ഡോട്ട് ഉണ്ട്, സെക്കൻഡ് റോയിൽ 2 ഡോട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 + 2 ഡോട്ട്സ് ആണുള്ളത്. രണ്ടാമത്തെ ഫിഗറിൽ ഫസ്റ്റ് റോയിൽ 1 ഡോട്ട് ഉണ്ട്, സെക്കൻഡ് റോയിൽ 2 ഡോട്ട്സ് ഉണ്ട്, തേർഡ് റോയിൽ 3 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1 + 2 + 3. തേർഡ് ട്രയാങ്കിളിൽ ഫസ്റ്റ് റോയിൽ 1 ഡോട്ട് ഉണ്ട്, സെക്കൻഡ് റോയിൽ 2 ഡോട്ട്സ് ഉണ്ട്, തേർഡ് റോയിൽ 3 ഡോട്ട്സ് ഉണ്ട്, ഫോർത്ത് റോയിൽ 4 ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 1 + 2 + 3 + 4 അല്ലേ. അതായത് 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 1 + 2 3 ആണ്. 3 + 3 6, 6 + 4 10 അല്ലേ. അപ്പോൾ ഇതാണ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൽ 3ഉം സെക്കൻഡ് ട്രയാങ്കിളിൽ 6 ഡോട്ട്സും ഫോർത്ത് ട്രയാങ്കിളിൽ 10 ഡോട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അതായത് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് ഡോട്ട്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ്, അപ്പം ആദ്യത്തേത് 1 + 2 ആയിരുന്നു, പിന്നെ 1 + 2 + 3 ആയി, പിന്നെ 1 + 2 + 3 + 4 ആയി അല്ലേ. അപ്പം നെക്സ്റ്റ് 3 ട്രയാങ്കിൾസിൽ എന്താവും? 1 + 2 + 3 + 4 + 5 വരും. അടുത്ത ട്രയാങ്കിളിൽ 1 + 2 + 3 + 4 + 5 + 6 വരും. അടുത്ത ട്രയാങ്കിളിലോ 1 + 2 + 3 + 4 + 5 + 6 + 7 അല്ലേ. ഇത്രയും ഡോട്ട്സ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 1 + 2 3 ആണ്, 3 + 3 6, 6 + 4 10, 10 + 5 15 ആണ്. അപ്പോൾ നെക്സ്റ്റ് ട്രയാങ്കിളിൽ 15 ആണ്. അതിനടുത്ത ട്രയാങ്കിളോ 1 + 2 + 3 + 4 + 5 15 ആണെന്ന് കണ്ടു. അതിൻ്റെ കൂടെ ഒരു 6 കൂടെ ആഡ് ചെയ്താൽ 15 + 6 അതെത്രയാണ്? 21 ആണ്. അടുത്തതോ 1 + 2 + 3 + 4 + 5 + 6 21 ആണെന്ന് കണ്ടു. അതിൻ്റെ കൂടെ ഒരു 7 കൂടെ ആഡ് ചെയ്താൽ 21 + 7 അത് 28 ആണല്ലേ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോട്ട്സ് ഏതൊക്കെയാണ്? 15ഉം 21ഉം 28ഉം ആണ്. ഓക്കെ, from the sequence equilateral triangle, square, regular, pentagon and so on of regular polygon form the following sequences. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൽ 3 സൈഡ്സ് ആണ് ഉണ്ടാവുക, അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. സ്ക്വയറിൽ 4 ആണ്. പെൻറ്റഗണിന് 5 സൈഡ്സ് ആണുള്ളത്, അപ്പോൾ 5. പിന്നെ ഹെക്സഗണിന് എന്താണ്? 6 സൈഡ്സ് ആണുള്ളത്, അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് 3, 4, 5, 6. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? n-2 × 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ n എന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളാണ്, പിന്നെ സ്ക്വയർ, പിന്നെ പെൻറ്റഗൺ, പിന്നെ ഹെക്സഗൺ. അപ്പോൾ ട്രയാങ്കിളിന് n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ് അല്ലേ. അപ്പോൾ 3 - 2 × 180 ഡിഗ്രി. 3 - 2 എന്താ? 1 അല്ലേ. 1 × 180 ഡിഗ്രി 180 ഡിഗ്രിയാണ്. സ്ക്വയറിന് എന്ത് വരും? സം ഓഫ് ഇന്നർ ആംഗിൾ n എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് 4 ആണ്. അപ്പോൾ 4 - 2 × 180 ഡിഗ്രി, അതായത് 4 - 2 അല്ലേ. അപ്പോൾ 2 × 180 ഡിഗ്രി എന്താ? 360 ഡിഗ്രിയാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 360 ഡിഗ്രിയാണ്. പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെ കാണാം? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ് പെൻറ്റഗണിന്. അപ്പോൾ 5 - 2 × 180 ഡിഗ്രി
5 മൈനസ് ടു 3 അല്ലേ, അപ്പോൾ 3 ഇൻറ്റു 180 ഡിഗ്രി എത്രയാണ്? 540 ആണ് അല്ലേ. അപ്പോൾ 540 ഡിഗ്രിയാണ് എന്ത് പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഇനി ഹെക്സഗണിൻ്റെത് എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ് അല്ലേ. അപ്പോൾ 6 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. 6 മൈനസ് ടു 4 അല്ലേ, അപ്പോൾ 4 ഇൻറ്റു 180 ഡിഗ്രി എത്രയാണ്? 720 ആണ് അല്ലേ. അപ്പോൾ 720 ഡിഗ്രിയാണ് ഹെക്സഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, ഇനി അടുത്ത എന്താ വേണ്ടത്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്. നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താ? 360 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിളിനും 360 ഡിഗ്രിയാണ് സം ഓഫ് ഔട്ടർ ആംഗിൾ. സ്ക്വയറിനും പെൻറ്റഗണിനും ഹെക്സഗണിനും ഒക്കെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്താ? 360 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ആൻ ഇന്നർ ആംഗിൾ ആണ്. ആൻ ഇന്നർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ആണ് അല്ലേ. അതായത് n-2 ഇൻറ്റു 180 ഡിഗ്രി ബൈ n ആണ് എന്ത്? ഒരു ഇന്നർ ആംഗിൾ കാണാൻ ഇക്വേഷൻ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ n-2 ഇൻറ്റു 180 ഡിഗ്രി 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രി ബൈ 3 അത് എത്രയാണ്? 60 ആണ് അല്ലേ. അപ്പോൾ 60 ഡിഗ്രിയാണ് ഒരു ഇന്നർ ആംഗിൾ. സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് എത്ര? 4. അപ്പോൾ 360 ഡിഗ്രി ബൈ 4 എന്ന് വരും 90 ഡിഗ്രിയാണ് ഒരു ഇന്നർ ആംഗിൾ. പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 540 ഡിഗ്രിയാണെന്ന് കണ്ടു. അപ്പോൾ 540 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് എന്താ? പെൻറ്റഗണിൽ 5 അല്ലേ. അപ്പോൾ 540 ഡിഗ്രി ബൈ 5 അത് എത്രയാണ്? 108 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഹെക്സഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾ 720 ആണ് അല്ലേ. അപ്പോൾ 1 ഇന്നർ ആംഗിൾ എന്ന് വരും 720 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് എത്ര? 6. 720 ഡിഗ്രി ബൈ 6 എത്രയാണ്? 120 ആണ് അല്ലേ. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ 120 ഡിഗ്രിയാണ്. അടുത്തത് ആൻ ഔട്ടർ ആംഗിൾ ആണ് അല്ലേ. ആൻ ഔട്ടർ ആംഗിൾ കാണാൻ ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ ബൈ നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണല്ലോ എല്ലാത്തിലും. അപ്പോൾ 360 ഡിഗ്രി ബൈ n ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് എന്താ? ട്രയാങ്കിളിൽ 3 അല്ലേ. അപ്പോൾ 360 ഡിഗ്രി ബൈ 3 അത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി സ്ക്വയറിൻ്റെ എന്ത് വരും? 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് 4 അല്ലേ. അപ്പോൾ എന്ത് വരും? 90 ഡിഗ്രി വരും. ഇനി പെൻറ്റഗണിൽ എന്ത് വരും? 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. അതെന്ത് വരും? 72 ഡിഗ്രിയാണ് 360 ഡിഗ്രി ബൈ 5. ഓക്കെ, ഇനി ഹെക്സഗണിൽ എന്ത് വരും? 360 ഡിഗ്രി ബൈ നമ്പർ ഓഫ് സൈഡ്സ് എത്ര? ഹെക്സഗണിൽ 6 ആണ് അല്ലേ. ദാറ്റ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഈ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? 3, 4, 5, 6 എക്സെട്ര. അടുത്തത് എന്താണ്? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് ആണ്. അത് ഏതൊക്കെയാണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് 180, 360, 540, 720. അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് ആണ്. എത്രയാണ്? എല്ലാം 360 ഡിഗ്രി തന്നെയാണ്. കാരണം ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തത് ആൻ ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 60 ഡിഗ്രിയാണ് ഒരു ഇന്നർ ആംഗിൾ. സ്ക്വയറിന് 90 ഡിഗ്രിയാണ്. പെൻറ്റഗണിന് 108 ഡിഗ്രിയാണ്. ഹെക്സഗണിന് 120 ഡിഗ്രി. ഓക്കെ, ഇനി ആൻ ഔട്ടർ ആംഗിൾ ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 120 ഡിഗ്രിയാണ്. സ്ക്വയറിന് 90 ഡിഗ്രി. പെൻറ്റഗണിന് 72 ഡിഗ്രി. ഹെക്സഗണിന് 60 ഡിഗ്രി എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സീക്വൻസുകൾ. ഓക്കെ.
Write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കണ്ടുപിടിക്കാം. Sequence of natural numbers which leave remainder 1 on division by 3. അത് ഏതൊക്കെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ? കാരണം 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോ ആ 3യുടെ മൾട്ടിപ്പിൾസ് 3 കൊണ്ട് ഡിവൈഡ് ആയി പോകും. പിന്നെ ആ 1 ഇല്ലേ, ആഡ് ചെയ്ത 1 അത് എന്ത് വരും? അത് റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ? ദാറ്റ് ഈസ് മൾട്ടിപ്പിൾസ് ഓഫ് 3 + 1. ഓക്കെ, അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 0 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ? കാരണം 3 × 0 0, പിന്നെ 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. ഇതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ്. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 0 + 1 3 + 1 6 + 1 9 + 1 12 + 1. 0 + 1 1 ആണ്, 3 + 1 4, 6 + 1 7, 9 + 1 10, 12 + 1 13 അല്ലേ? എക്സെട്ര. ഇതൊക്കെയാണ് എന്ത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അത് ഏതൊക്കെയാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പർ എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സാണ് അല്ലേ? കാരണം 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 2 ആഡ് ചെയ്ത നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്താ ഡിവൈഡ് ആയി പോകും. പിന്നെ ബാക്കിയുള്ള 2 എന്ത് ആഡ് ചെയ്ത 2 എന്ത് ചെയ്യും? അത് റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 3 + 2 ആണ്. ദാറ്റ് ഈസ് 3യുടെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 0 അല്ലേ? 3 × 0 0, പിന്നെ 3 × 1 3, പിന്നെ 3 × 2 6, 3 × 3 9, 3 × 4 12 എക്സെട്ര അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പോൾ 0 + 2 3 + 2 6 + 2 9 + 2 12 + 2. 0 + 2 2 ആണ്, 3 + 2 5 ആണ്, 6 + 2 8 ആണ്, 9 + 2 11 ആണ്, 12 + 2 14 എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. Write in ascending order the sequence of natural numbers with last digit 1 or 6. Describe this sequence in 2 other ways. അതായത് 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഏതൊക്കെയാണ്? 1 6 11 16 21 26 എക്സെട്ര. ഇതൊക്കെയാണല്ലേ 1ലും 6ലും അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ടുള്ള സീക്വൻസ് ആണിത്. ഓക്കെ, ഇതിന് മറ്റ് 2 വേയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ 1 എന്ന് പറയുന്നത് എന്താണ്? 0 + 1 ആണ് അല്ലേ? 6 എന്ന് പറയുന്നത് എന്താണ്? 5 + 1 ആണ്. 11 എന്ന് പറയുന്നത് 10 + 1 ആണ്. 16 എന്ന് പറഞ്ഞാൽ 15 + 1 ആണ്. 21 എന്ന് പറഞ്ഞാൽ 20 + 1 ആണ്. 26 എന്ന് പറഞ്ഞാൽ 25 + 1 ആണ് അല്ലേ? അപ്പോൾ ഈ 0 5
10, 15, 20, 25 ഒക്കെ പറയുന്നത് എന്താണ്? 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സീക്വൻസ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്കിതിന് ഒന്നെങ്ങനെ പറയാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ 1 ആഡഡ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 5. ഇങ്ങനെ പറയാം. ഇനി മറ്റൊരു മെത്തേഡിൽ എങ്ങനെ പറയാം? അതായത് 5ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഡിവൈഡ് ആയി പോകും. പിന്നെ ഈ ആഡ് ചെയ്ത 1 ഇല്ല, അത് റിമൈൻഡർ ആയിട്ടിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ എങ്ങനെ പറയാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ സീക്വൻസിനെ പറയാം. See these figures. The first picture shows an equilateral triangle with the smaller triangle got by joining the midpoints of sides cut off. The second picture shows the same thing done on each of 3 triangles in the first picture. The third picture shows the same thing done on the second picture. First question, how many red triangles are there in each picture? So, number of red triangles in each picture ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1, 2, 3 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 3. രണ്ടാമത്തെ പിക്ചറിലോ? ആദ്യത്തെ പിക്ചറിൽ ഓരോ റെഡ് ട്രയാങ്കിൾസും മറ്റൊരു 3 റെഡ് ട്രയാങ്കിൾസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഈ ഫസ്റ്റ് ഫിഗർ നോക്കൂ. ഫസ്റ്റ് ഫിഗറിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇങ്ങനെ 3 റെഡ് ട്രയാങ്കിൾസ് ആയിട്ടുണ്ട് അല്ലേ? അതേപോലെ സെക്കൻഡ് റെഡ് ട്രയാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്കുള്ള ട്രയാങ്കിൾ റിമൂവ് ചെയ്യുമ്പോൾ മറ്റൊരു 3 റെഡ് ട്രയാങ്കിളായി. അതേപോലെ ഈ റെഡ് ട്രയാങ്കിളും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടുക്കുള്ള റിമൂവ് ചെയ്യുമ്പോൾ അതും ഒരു 3 റെഡ് ട്രയാങ്കിൾ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണല്ലോ സെക്കൻഡ് ഫിഗർ. ഇപ്പോൾ ഫസ്റ്റ് ഫിഗറും സെക്കൻഡ് ഫിഗറും സെയിം ആയില്ലേ? അതായത് ഫസ്റ്റ് ഫിഗറിലെ ഓരോ റെഡ് ട്രയാങ്കിളും എന്തായി? മറ്റൊരു 3 റെഡ് ട്രയാങ്കിൾസ് ആയി അല്ലേ? ഒരു റെഡ് ട്രയാങ്കിൾ 3 റെഡ് ട്രയാങ്കിൾസ് ആയി. അപ്പോൾ 3 റെഡ് ട്രയാങ്കിൾസ് എത്ര റെഡ് ട്രയാങ്കിൾസ് ആയിരിക്കും? 3 × 3 അല്ലേ? ഒരു റെഡ് ട്രയാങ്കിൾ തന്നെ 3 ടൈംസ് ആയി. അപ്പോൾ 3 റെഡ് ട്രയാങ്കിൾസ് 3 × 3 ആയിരിക്കും അല്ലേ? അപ്പോൾ സെക്കൻഡ് ഫിഗറിൽ എന്ത് വരും? 3 × 3 അല്ലേ? അപ്പോൾ തേർഡ് പിക്ചറിൽ എന്ത് പറ്റി? സെക്കൻഡ് പിക്ചറിൽ നോക്കൂ, അതിൽ ഒരു റെഡ് ട്രയാങ്കിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്കുള്ളത് റിമൂവ് ചെയ്യുമ്പോഴാണ് തേർഡ് പിക്ചർ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഒരു റെഡ് ട്രയാങ്കിൾ എന്തായി? 3 റെഡ് ട്രയാങ്കിൾസ് ആയി. പക്ഷേ സെക്കൻഡ് പിക്ചറിൽ ഓൾറെഡി എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3 × 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഓരോന്നും 3 ടൈംസ് ആവും അല്ലേ? അപ്പം എന്ത് വരും? 3 × 3 × 3 എന്ന് വരും അല്ലേ? അതായത് 3 × 3 9 ആണ്, 3 × 3 9, 9 × 3 27. ഓക്കെ, അപ്പം 3, 9, 27 ആണ് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഫസ്റ്റ് 3 പിക്ചേഴ്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ റെഡ് ട്രയാങ്കിൾ, ഓരോ പിക്ചറിലെയും ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ നോക്കൂ, ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഈ വലിയ ട്രയാങ്കിളിനകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3, 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട് അല്ലേ? 1 ഔട്ട് ഓഫ് 4 അല്ലേ? അതായത് 4 പാർട്ടിൽ ഒരു പാർട്ടാണ് അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ പിക്ചറിൽ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണ്, വലിയ ട്രയാങ്കിളിൻ്റെ. അപ്പോൾ 1 ×
റെഡ് ട്രയാങ്കിൾ, ഒരു റെഡ് ട്രയാങ്കിൾ വരുന്നത് എന്താണ്? 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ടാണ് 1 ഔട്ട് ഓഫ് 4 അല്ലെങ്കിൽ 1/4. അപ്പോൾ 1 × 1/4 ആണ്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ഫിഗറിലോ, സെക്കൻഡ് ഫിഗറിൽ നമ്മൾ കണ്ട് ഫസ്റ്റ് ഫിഗറിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 1/4 ആണല്ലേ. അല്ലേ, നമ്മൾ കണ്ടു ഫസ്റ്റ് ഫിഗറിലെ ഒരു റെഡ് ട്രയാങ്കിൾ ആണ് ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഫിഗറിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ 4 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ. അതിലൊന്ന് വൈറ്റും 3 റെഡും ആണ് അല്ലേ. അപ്പോൾ അതിൽ ഒരു ചെറിയ ട്രയാങ്കിൾ, അതായത് ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ 1/4ൻ്റെ എത്ര പാർട്ടാക്കി? 1 2 3 4 ഈക്വൽ പാർട്ടാക്കി. അതിലൊരു പാർട്ടാണ് എന്ത്? ഒരു റെഡ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ എന്ത് വരും? 1/4 ഇൻറ്റു എത്ര പാർട്ട്? 4 ഈക്വൽ പാർട്ടിൽ ഒരു പാർട്ട്. അപ്പോൾ 1 ഔട്ട് ഓഫ് 4 അല്ലെങ്കിൽ 1/4. ഓക്കെ. അതേപോലെ തേർഡ് പിക്ചറിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? 1/4 ഇൻറ്റു 1/4 ആണ്. ഇൻറ്റു അതിനെയും എന്താക്കി? 4 ട്രയാങ്കിൾസ് ആക്കി. അതിലൊരു ട്രയാങ്കിളാണ്. അപ്പോൾ 1 ഔട്ട് ഓഫ് 4 അല്ലെങ്കിൽ ഇൻറ്റു 1/4 എന്ന് വരും. ഓക്കെ. അതായത് 1 × 1/4 എന്ന് വെച്ചാൽ 1/4 ആണ്. 1/4 × 1/4 എന്ന് വെച്ചാൽ എന്താ? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ആദ്യം ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 × 1 1 ആണ്, ബൈ 4 × 4 16. ഓക്കെ. ഇനി അടുത്ത പിക്ചറിൽ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 × 1/4 × 1/4 ആണ്. അപ്പോൾ 1 × 1 × 1 1 ആണ്, ബൈ 4 × 4 16. 16 × 4 എത്രയാണ്? 64 ആണ് അല്ലേ. അപ്പോൾ 1/64. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് 3 ട്രയാങ്കിൾസിൽ സ്മോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? അതായത് ഓരോ പിക്ചറിലെയും റെഡ് ട്രയാങ്കിൾസിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു അതിൽ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കണ്ടു 1/4 ആണ് ഒരു സ്മോൾ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ 3 × 1/4. ഇനി രണ്ടാമത്തെ ഫിഗറിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ 9 ഇൻറ്റു അതിൽ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/16 ആണ്. അപ്പോൾ 9 × 1/16. ഓക്കെ. ഇനി മൂന്നാമത്തെ പിക്ചറിലോ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? നമ്മൾ കണ്ടു 27 റെഡ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ 27 ഇൻറ്റു അതിൽ ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/64 ആണ്. അപ്പോൾ ഇൻറ്റു 1/64. ഓക്കെ. ദാറ്റ് ഈസ് 3 × 1/4 എന്ന് വെച്ചാൽ 3/4. 9 × 1/16 എന്ന് വെച്ചാൽ 9/16 അല്ലേ. കാരണം 9 ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ഇനി 27 ഇൻറ്റു 64 എന്ന് വെച്ചാൽ എന്താ? 27 ഇൻറ്റു 1 27 ആണ്, ബൈ 64. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസസ് ഗോഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്സ്. അതായത് ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 5 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ ആണ് അല്ലേ. അപ്പോൾ സീക്വൻസ് ഓഫ് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടല്ലോ. 3 3 × 3 3 × 3 × 3 അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തത് 3 ആണ്, രണ്ടാമത്തെ 3 × 3 ആണ്, മൂന്നാമത്തെ 3 × 3 × 3 ആണ്. അങ്ങനെ 5 ടേംസ് ആണ്. അപ്പോൾ 3 ആയുള്ളൂ. അടുത്തത് എന്ത് വരും? 3 × 3 × 3 × 3 ആവും. അടുത്തത് എന്ത് വരും? 3 × 3 × 3 × 3 × 3 അല്ലേ. അതായത് 3 × 3 9 ആണ്. 3 × 3 9 9 × 3 27 ആണ്. അടുത്തത് 3 × 3 × 3 × 3 3 × 3 9 ആണ്. അപ്പോൾ 9 × 9 81 ആണ്. അടുത്തതോ 81 × 3 അല്ലേ.
1 into 3 എത്രയാണ്? 243 ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് 5 ടേംസ് ഈ സീക്വൻസിൽ. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് എന്താ? ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ, അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ വരുന്നത്? ആദ്യത്തത് 1 into 1/4, പിന്നെ 1/4 into 1/4, പിന്നെ 1/4 into 1/4 into 1/4, 3 ടേംസ് ആയി അല്ലേ? അപ്പോൾ ആദ്യത്തെ 1/4, 1 into 1/4 എന്ന് വെച്ചാൽ 1/4 ആണ്. അടുത്തത് 1/4 into 1/4 ആണ്. അടുത്തത് 1/4 into 1/4 into 1/4 ആണ്. അപ്പോൾ 3 ടേംസ് ആയി. 2 ടേംസ് കൂടി വേണം. അപ്പോൾ അടുത്ത 1/4 into 1/4 into 1/4 into 1/4 ആണ്. അടുത്തതോ 1/4 into ഒരു 1/4 കൂടി വരും അല്ലേ? 1/4 into 1/4 into 1/4 into 1/4. ഇപ്പോൾ 5 ടേംസ് ആയല്ലോ. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ 1/4, അടുത്ത് 1/4 into 1/4 എന്ന് വെച്ചാൽ 1 into 1 1 ആണ്. 4 into 4 16. അടുത്തത് എന്തൊരു ഇൻറ്റു 1/4 അല്ലേ? അപ്പോൾ എന്ത് വരും? 1 into 1 into 1 1 ആണ്. 4 into 4 16. 16 into 4 64. അപ്പോൾ അടുത്ത എന്ത് വരും? 1 into 1 into 1 into 1, അത് 1 ആണ്. 4 into 4 into 4 into 4, 4 into 4 16 ആണ്. അപ്പോൾ 16 into 16 എത്രയാണ്? 256 ആണ് അല്ലേ? അപ്പോൾ 1/256. അടുത്തതോ 1 into 1 into 1 into 1, അപ്പോൾ 1 തന്നെ. അടുത്തൊന്ന് വരും 256 into 4 വരും ഡിനോമിനേറ്ററിൽ അല്ലേ? അതെത്രയാണ്? 1024 ആണല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, ഇനി ഒരു സീക്വൻസ് കൂടി ഉണ്ട് അല്ലേ? അതേതാണ്? സീക്വൻസ് ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. അതെത്രയാണ്? അപ്പോൾ നമ്മൾ കണ്ടു ഫസ്റ്റ് പിക്ചറിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്? 3 റെക്ടാങ്കിൾസ് ഉണ്ട്. അതിലൊരു റെക്ടാങ്കിളിൻ്റെ ഏരിയ 1/4 ആണ്. അപ്പോൾ 3 into 1/4 ആണ് ടോട്ടൽ ഏരിയ. ഒന്നിൻ്റെത് 1/4 ആണ് ഏരിയ. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 into 1/4 ടോട്ടൽ. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിൽ എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്? 9 റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 9 into അതിൽ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ 1/16 ആണ്. അപ്പോൾ 9 into 1/16 അല്ലേ? മൂന്നാമത്തെ പിക്ചറിൽ 27 റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 27 into അതിൽ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ 1/64 ആണ്. അപ്പോൾ ഇൻറ്റു 1/64. ഓക്കെ, നാലാമത്തെ പിക്ചറിൽ 81 റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 81 into അതിലൊരു റെക്ടാങ്കിളിൻ്റെ ഏരിയ 1/256 ആണ്. അപ്പോൾ 1/256. ഇനി അഞ്ചാമത്തെ ഫിഗറിൽ 243 റെക്ടാങ്കിൾസ് ഉണ്ട്. അപ്പോൾ 243 into അതിലൊരു റെക്ടാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 1/1024. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 into 1/4 3/4 ആണ്. 9 into 1/16 എന്ന് വെച്ചാൽ 9 into 1 9 അല്ലേ? അപ്പോൾ 9/16 ആണ്. 27 into 1/64 എന്ന് വെച്ചാൽ 27 into 1 27/64. ഓക്കെ, 81 into 1 81 ആണ്. അപ്പോൾ 81/256. അടുത്തത് 243 into 1 243 ആണ്. 1024. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് 5 ടേംസ് ഈ സീക്വൻസിൽ. ഓക്കെ.